എടാ ഇവിടെ നിർത്തിയായി. എടാ നോക്കിയിട്ട് ഞാൻ വിളിക്കാം. ശരി ശരിടാ. എന്താടി, എന്താ കാരണം എന്ന് പറഞ്ഞേ? ആ അതൊക്കെ ഉണ്ട്. അതെന്താ ഫ്രണ്ടിന്റെ സ്കൂട്ടറിൽ വന്ന് വണ്ടി എവിടെ പോയി? സർവീസിനോടത്തേക്കോ? ആണോ? സത്യമാണോ? അപ്പൊ നിനക്ക് അറിയാൻ മേലാഞ്ഞിട്ടാണോ? കുത്തുമ്പോ ഒരു സുഖമുണ്ടല്ലേ? നിന്റെ മാമനൊന്ന് തുമ്മിയാ പോലും വിളിച്ച് പറയൂലോ. നമ്മൾ സംസാരിക്കുന്നതിനിടയിലേക്ക് മാമൻ എന്തിനാ വലിച്ചഴിക്കുന്നേ? വാ ഇനി വന്നേ. എന്തിന്? ഒന്ന് വാമാഷേ. ഒന്നുമില്ലെങ്കിലും ഒരു സുന്ദരിയായ പെണ്ണിന്റെ കൂടെ അല്ലേ? നീ കാര്യം എന്താ പറയും? വാ ഇങ്ങോട്ട്. എന്താ വാന്ന്. നീ എങ്ങടെ പോകുന്നു? അതൊക്കെ ഉണ്ട്, വാ. ഇത് എന്റെ വണ്ടിയാണല്ലോ. ആ ഏട്ടന്റെ ബൈക്ക് തന്നെയാ. എന്റെ വണ്ടിയാന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഇതെങ്ങനെ നിന്റെ വന്നു? ആ ദേ ആ കുന്നങ്കരി കായലിന്ന് കിട്ടിയതാ. കളിക്കാത്ത കാര്യം പറയടി. ഫിനാൻസുകാരുടെ കയ്യിലിരുന്ന വണ്ടി എങ്ങനെ നിന്റെ വന്നേ? അവർക്ക് കൊടുക്കാനുള്ള ക്യാഷ് കൊടുത്തിട്ട് ഞാനിങ്ങ് എടുത്തോണ്ട് പോന്നു. ചുമ്മാ നോണ പറയല്ലേ? നിന്റെ മാമൻ പൈസ ഒന്നും ഇട്ടടിപ്പിച്ചല്ലേ? പിന്നെ നേരിട്ട് തന്നാലേ ഞാൻ വാങ്ങിയില്ലെന്ന് അയാൾക്കറിയാം. നീ പോയേ അയാളുടെ അടുത്ത് പറഞ്ഞേക്ക്. അയാളുടെ രക്തം തന്നെയാ എന്റെ ജനമ്പിൽ ഓടുന്നേന്ന്. വാശി അഭിമാനമൊക്കെ എനിക്കും ഉണ്ട്. അയാളുടെ ഔദാര്യം എനിക്ക് വേണ്ട. നീ ചെന്ന് പറഞ്ഞേക്ക്. ഞാൻ പറയട്ടെ. എന്തു പറയാൻ? മാമനാണ് സത്യം. ഇതിന്റെ പൈസ കൊടുത്തത് ഞാനാ. മാമൻ ഇക്കാര്യം അറിയത്തും കൂടിയില്ല. സത്യമാണോ നീ പറയുന്നേ? വല്യേട്ടാ, ഞാൻ ഏട്ടനെ 2-3 നേരത്തെ വെച്ച് കണ്ടായിരുന്നു. വണ്ടിയില്ലാതെ വെയിലത്ത് നടന്നു പോകുന്നത്. ഞാൻ അക്കുച്ചേട്ടനോട് ചോദിച്ചപ്പോഴാ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. എനിക്കറിയാം ഞാൻ കാശ് തന്നാലും വലിയേട്ടൻ വാങ്ങില്ല എന്ന്. അതുകൊണ്ടാ പൈസ കൊടുത്ത് ഞാൻ തന്നെ എടുത്തോണ്ട് വന്നത്. എനിക്ക് വണ്ടി എടുത്തിട്ട് ഞാൻ നിന്നോട് പറഞ്ഞോ? പറഞ്ഞില്ല. പക്ഷെ ഈ മനസ്സിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. അല്ല, ഞാനിത് വെറുതെ എടുത്തന്നായിട്ടൊന്നും കൂട്ടണ്ട. കടമായിട്ട് കൂട്ടിക്കോ. ദേ പലിശയും തരണം. എവിടുന്നേലും പൈസ കടം വാങ്ങി വണ്ടി എടുക്കാന്നല്ലേ വിചാരിച്ചേ? അതെന്നോടാന്ന് വിചാരിച്ചാ മതി. പിന്നെ ഈ വണ്ടി ഓടിച്ചോണ്ട് ഏട്ടൻ പോകുന്ന കാണാൻ എന്ത് രസാന്നറിയോ? അതെ, അമ്പലത്തിന്റെ മുമ്പിലാ നിൽക്കുന്നത്. സത്യം പറയാവൂ. ഇത് നിന്റെ മാമൻ തന്ന കാശല്ലേ? ഈ അയ്യപ്പസ്വാമിയാണ് സത്യം. ഞാനാണ് സത്യം. ദേ ഇതൊന്നും പോരെങ്കിൽ എന്റെ ബാലമാമനാണ് സത്യം. അതിലും വലിയ സത്യം വേറൊന്നുമില്ലല്ലോ. ഇത് മാമന്റെ പൈസ കൊണ്ട് എടുത്തല്ല. ഞാൻ കഷ്ടപ്പെട്ട് ആരെയും പറ്റിക്കാതെ തുണി വിറ്റുണ്ടാക്കിയ പൈസയാ. മതിയോ? ശരി. നിന്റെ പലിശ എത്രയാ? വലിയേട്ടൻ എത്ര തരും? എത്ര നാൾ നീ പോരെന്നല്ലേ പറയൂ. അതെ, ഞാനൊരു 3% തരാം. 3%? ആ അതിത്തിരി കുറവാ. പിന്നെ എത്ര വേണം നിനക്ക്? ആ പോട്ടെ, വലിയേട്ടനല്ലേ, എനിക്കൊരു 2% ആയാലും മതി. 2%? അത് മതിയോ? മതിന്നേ. ആ ശരി. പക്ഷെ നീ എനിക്ക് സത്യം ചെയ്ത് തരണം. എന്ത് സത്യം ചെയ്ത് താ? എന്താന്ന് പറയ്. ഈ ഇടപാട് നമ്മൾ 2 പേര് മാത്രം അറിയാവൂ. എന്റെ അച്ഛൻ ബാലൻ വാദ്യാരോ എന്റെ അനിയന PWക്കാരൻ ആകാശോ ഇവരാരും ഇതറിയരുത്. സമ്മതിച്ചാ? സമ്മതിച്ചു. ആ പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. അച്ഛനും ആകാശം മാത്രമല്ല, അച്ഛന്റെ കൂടെ ഉപഗ്രഹം പഠിച്ചിരിക്കുന്ന ഒരാളില്ലേ, ഗോവിച്ചാര്, അയാളും ഇതറിയരുത്. പറഞ്ഞു മനസ്സിലായോ? എന്റെ പൊന്നേ, ഞാൻ ആരോടും പറയത്തില്ല. ആ പറഞ്ഞില്ലെങ്കിൽ നിനക്ക് കൊള്ളാം. ആ പിന്നെ ഒരു കാര്യം. എന്താ? കൃത്യമായി മുതലും പലിശയും തന്നില്ലെങ്കിൽ ഞാനോ ആളെ വിട്ട് വണ്ടി എടുപ്പിക്കും. ദേ കൂട്ടത്തിൽ ഇയാളെ ഞാൻ പൊക്കും. ഓ, ഫിനാൻസുകാരുടെ അതേ ടോൺ ഒന്നങ്ങ് വെച്ച് തന്നാണ്ടില്ല ബ്ലേഡ് കാരി. അതല്ല, നീ എന്തിനാണ് ഇതൊക്കെ എനിക്ക് ചെയ്തു തരുന്നേ? അത് വലിയേട്ടന്റെ മാമന്റെ മോനല്ലേ. ഒരു വെയിലത്ത് വണ്ടിയില്ലാതെ നടന്നു പോകുന്നത് മാമന് വലിയ നാണക്കേടാ. അതുകൊണ്ടാ. ഓ, അപ്പൊ അതും എനിക്ക് വേണ്ടിയല്ല, അയാൾക്ക് വേണ്ടിയാ. ശരി, പലിശയായിട്ട് ഞാൻ വരാം.